ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. മമ്മൂട്ടിയെ നോട്ടമിട്ട് ബോളിവുഡ് മമ്മൂട്ടിയെ കൊത്തിക്കൊണ്ട് പോകുമോ എന്നുള്ള ചോദ്യം തന്നെയാണ്. ഏറെ നാളായി ബോളിവുഡ് ശ്രമിക്കുന്നുണ്ട് മമ്മൂട്ടിയെ അവിടുത്തെ ഒരു സിനിമയിൽ ഇറക്കാനായിട്ട്. പക്ഷേ നടക്കുന്നില്ല. മറ്റ് മലയാളി നടന്മാരെ പോലെ മമ്മൂട്ടിയെ ലഭിക്കുക അത്ര എളുപ്പമല്ല. ഹിന്ദി സിനിമ റഡാറിൽ മമ്മൂട്ടി കുരുങ്ങിയിട്ട് നാളുകളാകുന്നു. ഇപ്പോൾ കൂടുതൽ ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നു. വേറെ ഒന്നുമല്ല, കളങ്കാവൽ എന്ന ചിത്രത്തിന് ശേഷം ഇന്ന് വീണ്ടും ചർച്ചയാവുകയാണ് മമ്മൂട്ടി പെർഫോമൻസും മമ്മൂട്ടിയുടെ സിനിമാ സെലക്ഷനും. ഇതേപോലെ ഒരു കൊടൂര വില്ലനെ കിട്ടാൻ വേണ്ടി ഹിന്ദി സിനിമ കാത്തിരിക്കുകയാണ്. അവിടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് വില്ലന്മാരിറങ്ങുന്നതും 1000 കോടി വരെ നേടുന്നതും. പക്ഷേ ഇതേപോലെ ഒരു തനത് വില്ലനെ കിട്ടാൻ അവർ കൊതിക്കുകയാണ്. അവർ മാത്രമല്ല, തമിഴ് സിനിമയും തെലുങ്ക് സിനിമയും ഒക്കെ കൊതിക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ഈ വമ്പൻ സിനിമകളിലെല്ലാം തന്നെ മമ്മൂട്ടിയെ സമീപിച്ചിട്ടുണ്ട്. ഒരിടത്തും അദ്ദേഹം പിടികൊടുത്തിട്ടുമില്ല. അങ്ങനെ അദ്ദേഹം പിടികൊടുത്തിട്ടുണ്ടെങ്കിൽ നായക തുല്യനായ അല്ലെങ്കിൽ നായക തുല്യ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളാണെങ്കിൽ മാത്രമേ പോകാറുമുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം ഇദ്ദേഹം ഒരു സൂപ്പർ മെഗാ സ്റ്റാറാണ്. പക്ഷേ ജസ്റ്റ് ആക്ടർ എന്നറിയാനാണ് അദ്ദേഹം ഏറെയും ഇഷ്ടപ്പെടുന്നത്. നമുക്ക് തന്നെ അറിയാവുന്ന മറ്റൊരു കാര്യം, ഇന്ന് ഇന്ത്യൻ സിനിമയിൽ ഏത് രൂപത്തിലും ഏത് ഭാവത്തിലുമുള്ള ക്യാരക്ടറിനെ കൈയടക്കത്തോടെ ചെയ്യണമെങ്കിൽ അതിനുള്ള ബോഡി ലാംഗ്വേജ് ഉള്ള നടന്മാരിൽ ആകെ ഒരാളേ ഉള്ളൂ, അത് മമ്മൂട്ടി തന്നെയാണ്. നമുക്കറിയാം ഏത് വേഷം വന്നു കഴിഞ്ഞാലും മമ്മൂട്ടിയിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളത്. അതുതന്നെയാണ് മമ്മൂട്ടി പ്രത്യേകതയും. കഥാപാത്രത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് കഥാപാത്രമായി മാറുന്ന നടൻ എന്നുള്ളത്. തൻ്റെ ബോഡി ലാംഗ്വേജ് പോലും അവിടെ മാറിക്കൊണ്ട് ആ കഥാപാത്രത്തിൻ്റെ ബോഡി ലാംഗ്വേജിലേക്ക് പരകായ പ്രവേശം നടത്തുന്ന നടൻ, അതുതന്നെയാണ് മമ്മൂട്ടി. ഇന്ന് ഹിന്ദി സിനിമാ ലോകം ഈ ഒരു നടന് കോടികൾ വിലയിട്ട് പറയുമ്പോഴും അദ്ദേഹം അതിൽ നിന്ന് മാറുന്നു. കോടികളല്ല അദ്ദേഹത്തിൻ്റെ ആക്രാന്തം, അഭിനയിക്കാനുള്ള ഭ്രാന്ത് തന്നെയാണ്. ശരിക്കും കളങ്കാവൽ കാണുമ്പോൾ ഒരു സൈക്കോ സിനിമ എന്നല്ല, സൈക്കോ ആക്ടറിൻ്റെ സിനിമ എന്നാണ് എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഇദ്ദേഹത്തിൻ്റെ അഭിനയിക്കാനുള്ള ആ തൃഷ്ണ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് മലയാളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലെ ഒരു നടനും ചെയ്യില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള ചിത്രം തന്നെയായിരുന്നു കളങ്കാവൽ. അത്രത്തോളം ഗംഭീരമായിട്ട് ഇതിൻ്റെ കൊമേഴ്ഷ്യൽ സക്സസ്സോ വേറെ കാര്യങ്ങളോ ഒന്നുമല്ല ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതിലെ കഥാപാത്രത്തെ തന്മയത്വത്തോടെ മമ്മൂട്ടി അവതരിപ്പിച്ച് തന്നെയാണ്. ഹിന്ദി മേഖലയിൽ അങ്ങനെ തന്നെയാണ്. അവരുടെയൊക്കെ കണ്ണ് തള്ളിപ്പോവുകയാണ്. മിക്ക റൗണ്ട് ടേബിളിലും നമ്മൾ കാണുന്ന ചർച്ച ഇത് തന്നെയാണ്. എവിടെയൊക്കെ ഒരു മലയാളിയുണ്ടോ, എവിടെയൊക്കെ ഒരു ഹിന്ദി മേഖലയിൽ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നോ, അവിടെയെല്ലാം മമ്മൂട്ടി അരങ്ങ് കൊഴുപ്പിക്കുന്ന കാര്യവും. ഇവിടെ എന്തുകൊണ്ടാണ് ഒരു നായകൻ ഒരു വില്ലൻ ക്യാരക്ടർ എടുക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് രസകരമായി മലയാളത്തിൽ നിന്നുള്ളവർ പല കഥകൾ പറയുന്നു, അത് ജസ്റ്റ് മമ്മൂട്ടി എന്നുള്ളത് കൊണ്ട്. പക്ഷേ ഹിന്ദിക്കാർ പറയുന്നു ഹീ ഈസ് ജസ്റ്റ് ആൻ ആക്ടർ എബോവ് എനി സൂപ്പർ ഓർ മെഗാ സ്റ്റാർ എന്നുള്ളതും. അതുതന്നെയാണ് അവർ നോട്ടമിടുന്നതും. പക്ഷേ ഒരു ഇന്ത്യൻ നടന് കൊടുക്കുന്ന ഏറ്റവും കൂടുതൽ എമൗണ്ട് കൊടുത്ത് മമ്മൂട്ടിയെ ഒരു ഹിന്ദി സിനിമയിൽ വലിയ താമസമില്ലാതെ നമുക്ക് കാണാൻ കഴിയുമായിരിക്കാം. പക്ഷേ മമ്മൂട്ടിയാണ്, അദ്ദേഹം ഒരിക്കലും അങ്ങനെ പിടികൊടുക്കില്ല. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ തന്നെ അതിലെ നായകൻ വില്ലനാണെങ്കിലും ചെറിയ റോളാണെങ്കിലും എന്ത് റോളാണെങ്കിലും നായകൻ അദ്ദേഹം തന്നെയായിരിക്കും. അതിൽ നോ കോംപ്രമൈസ് തന്നെയാണ്. അതുതന്നെയാണ് മമ്മൂട്ടിയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരവും അത് തന്നെ. എങ്ങനെ മമ്മൂട്ടി ഇങ്ങനെ സെലക്ട് ചെയ്യുന്നതിന് കാര്യം, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അയാൾ മമ്മൂട്ടി ആയതുകൊണ്ട് എന്ന് ഹിന്ദി സിനിമാ ലോകവും പറയുന്നു. അതുതന്നെയാണ് നമുക്ക് കേൾക്കാനുള്ളത്. മലയാളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ് മമ്മൂട്ടി. അത് മലയാളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യൻ സിനിമയുടെ എവിടെയും നമുക്ക് കൊണ്ട് പ്ലേസ് ചെയ്യാം. ഏത് റേഞ്ചിലുള്ള അല്ലെങ്കിൽ ഏത് സിനിമയിലും ഇൻ്റർനാഷണൽ ലെവലോ ഏത് റേഞ്ചിലുള്ള സിനിമയിലും നമുക്ക് ഒന്ന് പ്രതിഷ്ഠിക്കാം. അതിന് ആകാരവടിവും ആകാരവും അഭിനയവും എല്ലാം ഒത്തുചേർന്ന ഒരേ ഒരു നടൻ മാത്രമാണ് ഇന്ത്യയിലുള്ളത്, അത് മമ്മൂട്ടി തന്നെയാണ്. അപ്പോൾ കാത്തിരിക്കാം. മമ്മൂട്ടി ഹിന്ദി സിനിമയിലേക്ക് വില്ലനായിട്ടോ നായകനായിട്ടോ ഒക്കെ ചേക്കേറുന്ന പണ്ട് നടൻ അല്ലെങ്കിൽ ഒരു മലയാളി നടനോ സൗത്ത് ഇന്ത്യൻ നടനോ ഒക്കെ ഹിന്ദിയിൽ ചെല്ലണമെങ്കിൽ വലിയ പാട് തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് ഇവർക്ക് പിറകെ നടക്കുന്ന കാഴ്ച നമുക്ക് കാണാം. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേറ്റ് മീഡിയാസ്.